നമ്മുടെ കുട്ടികളിൽ വരുന്ന ആൻസൈറ്റി ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? കുട്ടികൾ പെട്ടെന്ന് സൈലൻ്റായി പോകുന്നത് പോലത്തെ സിറ്റുവേഷൻസ്, പിന്നെ സ്കൂളിലേക്കൊക്കെ പോകാനുള്ള മടി, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകാനുള്ള മടി, ചില ടീച്ചേഴ്സ് ഉള്ള ദിവസങ്ങളിൽ പോകാനുള്ള പേടി, വയറുവേദന, തലവേദന, ഇങ്ങനത്തെ ഓരോ എക്സ്ക്യൂസസ് നമ്മൾക്ക് തോന്നും എക്സ്ക്യൂസ് ആണെന്ന്, പക്ഷെ അവരവരുടെ ഫിയറിൻ്റെ പുറത്താണ് പറയുന്നത്. ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കുട്ടികളിൽ. വറീസ് ആണല്ലോ ബേസിക്കലി. എന്താവും, ചീത്ത കേൾക്കുമോ, വഴക്ക് കേൾക്കുമോ, ചെയ്താൽ തെറ്റോ, പ്രശ്നമാവോ, മനസ്സിലാക്കുമോ, ചിലപ്പം ക്ലാസ്സിൽ ബുള്ളിങ് കിട്ടുന്നുണ്ടാവാം, ക്ലാസ്സിൽ പോകാനുള്ള പേടി ഉണ്ടാവാം, കുട്ടികൾ എല്ലാവരും കൂടി നാണം കെടുത്തു എന്നുള്ള പേടി ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ. ഇതൊന്നും ഒരു പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇപ്പം പറയും ബെഡ് വെറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ നോക്കും, നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ എപ്പോഴും ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കൂടെയോ ക്ലിങ്ങി ആയിട്ട് അവരുടെ കൂടെ അവരെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന രീതികൾ, ഇവരെ കണ്ടിട്ടില്ലെങ്കിൽ അപ്സെറ്റ് ആവുന്നത് പോലെയോ അവർ വേണം എന്നുള്ള പോലെയോ, അല്ലെങ്കിൽ ചില കുട്ടികൾ എപ്പോഴും അവരെ എടുക്കണം എന്ന് പറയും, എടുത്ത് നമ്മൾ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയും. ഇതൊക്കെ പലപ്പോഴും ചെറിയ രീതിയിലുള്ള കുട്ടികളിലുള്ള ആങ്സൈറ്റിയുടെ സിംറ്റമാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഒരു പ്രായമുണ്ട് കേട്ടോ. വളരെ കുഞ്ഞിലെ കുട്ടികൾ ഇതെല്ലാം ചെയ്യാൻ പറ്റണം എന്നില്ല, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇതിൻ്റെ പല സിംറ്റംസ് ആണ്. ചില സമയത്ത് ദേഷ്യം ഉണ്ടാവാം, അഗ്രഷൻ്റെ രൂപത്തിലാവാം, വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാൻട്രംസ് കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ ടെൻഷൻ്റെയും ആൻസൈറ്റിയുടെയും സിംറ്റം ആണ് ബേസിക്കലി. ഇതിൽ നിന്നൊക്കെ ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് പാടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ അതിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവരുടെ ഒരു കമ്പാനിയനായിട്ട് അവർക്ക് ഫീൽ ചെയ്താലേ അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, കാഷ്വലി ഷെയർ ചെയ്യാൻ, അല്ലാതെ നമ്മൾ അഡൽട്ട് ലൈഫിൽ ഷെയർ ചെയ്യുന്നത് പോലെ ഇതൊന്ന് സംസാരിക്കണമല്ലോ, ആരെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ പാർട്ട്ണർ അടുത്തതൊന്ന്, ആ ഒരു തോട്ടിലല്ല. അവർക്ക് തോന്നുന്നത് ഒഴുക്ക് പോലെയാണ് അവർക്ക് വരും. നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ പറയും, കമൻസ് ആയിട്ട് വരും. കൂടുതൽ അവരുടെ കൂടെ കളിച്ചു നോക്കും നിങ്ങൾ, എല്ലാവരും തനിയെ പുറത്ത് വരും. അവരുടെ കമ്പനിക്കാരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എഫേർട്ട്ലെസ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യുന്ന രൂപത്തിലേക്ക് വരും. നിങ്ങളൊരു നോൺ ജഡ്ജ്മെൻ്റൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മാറാം, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള. ചില സമയത്ത് ഒരേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയും ചെയ്യും, ചില സമയത്ത് പോട്ടെ എന്നും പറയുകയാണെങ്കിൽ കുട്ടി കൺഫ്യൂസ്ഡ് ആയില്ലേ. ഇങ്ങനത്തെ കൺഫ്യൂസിങ് റെസ്പോൺസസ് ഒന്നും കൊടുക്കാതെ പ്രെഡിക്റ്റബിൾ ആയിട്ട് മാറാൻ നോക്കുക.